സ്ഥൂല ശരീരം വിട്ടുപോകുന്ന ഉദാനന്റെ ധർമ്മത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഈ ഉദാനൻ അടുത്ത ശരീരത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കുന്നു എന്നും പ്രവർത്തിക്കുന്നു എന്നും വിശദീകരിക്കാൻ അപേക്ഷ വയ്യ. എന്താ വയ്യ പറഞ്ഞത്? സ്വാനുഭൂതിയിലെ തലത്തിൽ ഇരുന്നു കൊണ്ട് ആത്മയാഥാത്മ്യത്തെ ഉപദേശിക്കുന്ന ആചാര്യന്റെ ഭാഷയ്ക്ക് അശേഷം സംശയമില്ല. എന്നാൽ ജീവഗതി തുടങ്ങിയ വിഷയങ്ങളിൽ ഋഷീശ്വരന്മാർ വിഭിന്ന അഭിപ്രായങ്ങളെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ അത് ബൗദ്ധികമായ മനനത്തിലൂടെ നൽകുന്ന വിശദീകരണങ്ങൾ മാത്രമാണ്. ഉദാഹരണം പറഞ്ഞാൽ, എപ്രകാരമാണോ ഒരു അട്ട മുൻഭാഗത്ത് പിടിച്ചിട്ട് പിൻഭാഗം വിടുന്നത്, അട്ട എഴുന്ന കണ്ടില്ലേ, അട്ട എഴുഞ്ഞഴിഞ്ഞ് പോണത്, മുൻഭാഗം പിടിച്ചിട്ട് ബാക്ക് വിടും. അതുപോലെ ഭാവി ശരീരത്തെ പിടിച്ചിട്ടാണ് വർത്തമാന ശരീരത്തെ വിടുന്നത് എന്ന് പറയുന്ന മന്ത്രങ്ങളുണ്ട്. എന്നാൽ വേറെ ചിലയിടത്ത് അങ്ങനെയല്ല. ഇയാൾ പോയി പിതൃലോകം പോയി അവിടുന്ന് സ്വർഗനരകാദി ലോകങ്ങളിൽ പുണ്യപാപാദ്യ അനുഭവങ്ങൾ നേടി അനന്തരം ചാന്ദ്ര ലോകം വഴി മഞ്ഞ് വഴി ഭൂമിയിലെത്തി സസ്യങ്ങളിലേക്ക് പ്രവേശിച്ച് അതിലൂടെ പുരുഷ ബീജത്തിലേക്ക് പ്രവേശിച്ച് അതിലൂടെ സ്ത്രീ യോനിയിലേക്ക് പ്രവേശിച്ച് സന്താനമായി വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായം എന്ന് ചോദിച്ചാൽ, ഇത് സ്വാനുഭൂതി വിഷയമല്ല, ഇത് ബുദ്ധിതലത്തിൽ കൊടുക്കുന്ന വ്യാഖ്യാനം മാത്രമാണ്. അതുകൊണ്ട് എപ്പോൾ പുനർജനിക്കും അറിയില്ല, എങ്ങനെയാണ് ആ പ്രക്രിയ അറിയില്ല. എന്നാൽ പുനർജനിക്കും, അതിൽ സംശയമില്ല, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല.